ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം പോപ്പുലറായ ആലു പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല ഇത് സെർവ് ചെയ്യാൻ. മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ തൈരോ ഒക്കെ വെച്ചിട്ടാണ് സാധാരണ സെർവ് ചെയ്യാറ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണ്. വളരെയധികം സോഫ്റ്റായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആലു പൊറോട്ടയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആലു, അതായത് ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയുമാണ്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി തൊലി കളയാതെ 2ആയിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കരുത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഓരോ കുക്കറിനും അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും. അടുത്തതായി ഗോതമ്പ് പൊടി കുഴച്ചെടുക്കണം. 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ അജ്വൈൻ അഥവാ അയമോദകം ആഡ് ചെയ്യണം. ചിലർക്കൊക്കെ പൊറോട്ട ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അയമോദകം ചേർത്ത് കൊടുത്താൽ അത് ഒഴിവാക്കാൻ സാധിക്കും. അയമോദകം ഇല്ലെങ്കിലും പൊറോട്ട ഉണ്ടാക്കാൻ പറ്റൂട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ചെറു ചൂടുവെള്ളത്തിൽ വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പ് ചേർത്ത് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. മാവ് ഓവറായിട്ട് സോഫ്റ്റ് ആവാൻ പാടില്ല. അതുപോലെ വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് സോഫ്റ്റ് ആയാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഉള്ളിൽ വെച്ച് പരത്തുമ്പോൾ പൊട്ടിപ്പോകും. ഗോതമ്പ് പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുക്കർ 4 വിസിൽ വന്നപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഒരുപാട് വെന്തുടയാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി പൊറോട്ട പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. ഇനി ഉരുളക്കിഴങ്ങ് കുക്കറിൽ നിന്ന് മാറ്റി കുറച്ചൊന്ന് ചൂടാറിയാൽ കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം. അടുത്തതായി പൊറോട്ടയിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ ചൂടായാൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ലൈറ്റായിട്ട് വഴണ്ട് വരുമ്പോൾ 1 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ മസാല ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് പരത്താനുള്ളതാണ്. അതുകൊണ്ടാണ് ഇഞ്ചിയും സവാളയും എല്ലാം വളരെ ചെറുതാക്കി അരിയുന്നത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി പൊടികളുടെ പച്ചമണം മാറിയാൽ ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോൾ കട്ടകളില്ലാതെ ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ പൊറോട്ട പരത്തുമ്പോൾ പൊട്ടിപ്പോകും. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഉപ്പ് ചേർത്ത് കൊടുക്കണം. അവസാനമായി 1 പിടി മല്ലിയില ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യാം. മല്ലിയില വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊറോട്ടയ്ക്ക്. അപ്പോൾ അത് എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഉരുളക്കിഴങ്ങ് മസാല നന്നായി തണുത്തതിന് ശേഷം പൊറോട്ട പരത്തിയെടുക്കാം. ഇപ്പോൾ മസാല നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട പരത്തിയെടുക്കാം. കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ചെടുത്ത് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയോടുകൂടി പരത്തിയെടുക്കണം. അതുപോലെ അരികുവശങ്ങളിൽ കട്ടി കുറച്ച് പരത്തണം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയിൽ പരത്തിയെടുക്കണം. ഇനി ഉരുളക്കിഴങ്ങ് മസാലയിൽ നിന്നും കുറച്ചെടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒട്ടും പൊട്ടിപ്പോകാതെ കവർ ചെയ്തെടുക്കണം. എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. വളരെ സോഫ്റ്റായിട്ട് ഇതെല്ലാം ചെയ്യാവൂ. ഇനി ചപ്പാത്തി പലകയിൽ പൊടി തൂകി അതിൽ വെച്ച് പരത്തിയെടുക്കാം. ആദ്യം കൈകൊണ്ട് മെല്ലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന കോല് വെച്ച് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഇടയ്ക്ക് പൊടി തൂകി കൊടുക്കണം. ചപ്പാത്തി പോലെ ഒരുപാട് നൈസായിട്ട് പരത്താൻ നോക്കരുത്. ഉള്ളിൽ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് അത് പൊട്ടിപ്പോകും. പൊറോട്ട പരത്തിയെടുത്തിട്ടുണ്ട്.
ഈ തിക്നെസ് ഉണ്ടാകും. ഉള്ളിലെ ഫില്ലിംഗ് പൊട്ടി പുറത്തു വരാതെ പരത്തിയെടുക്കണം. കുറച്ചുകൂടി തിക്നെസ് ഉണ്ടാകും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പൊറോട്ടയ്ക്ക്. പക്ഷെ ഞാൻ ഈ തിക്നെസ്സിലാണ് പരത്താറ്. ഇതുപോലെ എല്ലാം പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പരത്തിയെടുത്ത പൊറോട്ട വെച്ച് കൊടുക്കാം. മുകളിൽ കൂടി നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിനും ഹൈയിലും ഇടയിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കേണ്ടത്. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. കുറച്ച് കൂടുതൽ കട്ടിയിൽ പരത്തിയാൽ നല്ലപോലെ പൊങ്ങി വരും. അതുപോലെ ഇതിൽ നന്നായിട്ട് നെയ്യ് ബ്രഷ് ചെയ്യും. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്യും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ അധികം നെയ്യ് ഉപയോഗിക്കുന്നില്ല. ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്